ഹലോ. അമ്പിളി ബസ് പോയോ? പോയല്ലോ. പോയോ? 5 മിനിറ്റ് മുമ്പ് പോയല്ലോ. 5 മിനിറ്റ് മുമ്പ്? ദൈവമേ, ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ വന്നിരുന്നെങ്കിൽ ആ ബസ്സിൽ കയറി പണിക്ക് പോകേണ്ടി വന്നേനെ. എന്തായാലും ഇന്ന് പാല് വെച്ചാലും പണിക്ക് പോകാത്തതിന് കാരണമല്ലോ. ബസ് വന്നില്ല, പണിക്ക് പോയില്ല. സിമ്പിൾ. നിങ്ങൾക്ക് ഇരുന്ന് കൈയടിക്കാം, ചിരിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൃത്യസമയത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിയദർശിനി ബസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഞങ്ങൾ ആണുങ്ങൾ ജോലിക്ക് പോകാൻ ഒരു പ്രിയദർശൻ ബസ് ഉണ്ടാക്കിയിട്ടോ? ഇല്ല, ഉണ്ടാക്കിയിടത്തില്ല. കാരണം ഞങ്ങൾ പണിക്ക് പോകുമല്ലോ. ആരോട് പറയാൻ? അല്ലെങ്കിൽ തന്നെ ആരടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഹലോ. അളയാ എവിടെ അളയാ? ഞാൻ പണി സൈറ്റില്. എടാ നീ പഠിച്ചിട്ടില്ല? നീ വരുന്നില്ലേ? എടാ ഞാൻ എങ്ങനെ വരാടാ? ബസ് പോയടാ നേരത്തെ. ഇത് സ്ഥിരം പല്ലവി. എടാ ബസ് പോകുന്നു, ശരിക്കും പോയെന്ന്. നീ പണിക്ക് പോയാ? പിന്നെ ഞാൻ പണിക്ക് പോയില്ലേ. എനിക്കാണെങ്കിൽ വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദമുണ്ട്. ബാങ്കിൽ ലോൺ അടക്കണം, ചിട്ടിക്കടക്കണം, അയൽക്കൂട്ടത്തിന് അടക്കണം. എനിക്ക് ഭയങ്കര അടവാ. എടാ എനിക്കും ഉണ്ട് അടവ്. നിന്റെ അടവ് എനിക്ക് മനസ്സിലായി, പണിക്ക് വരാതിരിക്കാനുള്ള അടവ്. എടാ പിന്നെ അതല്ല, ഞാൻ അത് പറയാനല്ലേ വിളിച്ചേ. അളെ ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് ഇനി പണിക്ക് വരത്തില്ല കേട്ടോ. അതിനാടാ? എടാ പൊങ്കലല്ലേ? പൊങ്കൽ എവിടാ? തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ പൊങ്കൽ നടക്കുന്നത് നിനക്ക് ഇവിടെ എന്താ? എടാ നമ്മുടെ കൂടെ മൈക്കാണ്ട് നിൽക്കുന്ന ചിന്നമ്മയില്ലേ? ആ ചിന്നമ്മ പൊങ്കലിന് നാട്ടിൽ പോയിക്കല്ലേ? എടാ അവള് പോയത് നിനക്കെന്താന്ന്? എടാ ചിന്നമ്മ ഇല്ലാത്ത പണി സൈറ്റ് എന്ന് പറഞ്ഞാ മുഴക്കോലില്ലാത്ത മേശിരി പോലെ അളിയാ ഞാൻ. നിന്റെ പണി പോകുവേ. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പോടാ ഉയർത്ത്. അത് ഇവനൊക്കെ ഇത് വല്ല കാര്യങ്ങൾ മനസ്സിലായി. വാസു ഉണ്ണ പകവാ. അത് ഇങ്ങേര് ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്ന എന്തിനാ? ആരാ വരുന്നതെന്ന് അറിയാവോ? വാസു ഉണ്ണ, ചെങ്കേരി വാസു. ഒരു കാലത്ത് ഈ നാടിനെ കിറീടാൻ വിറപ്പിച്ച ഗുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അയാൾക്കുള്ള മോള് വളർന്ന് പക്വതയായതിനു ശേഷം പുള്ളി പരിപാടിയെല്ലാം നിർത്തി. പുള്ളിയുടെ മോള് ഞാനത് ഭയങ്കര അപ്പ. ഞങ്ങൾ ഉടനെ ഒളിച്ചോടും. പുള്ളി അറിഞ്ഞാൽ തട്ടുമെന്നുള്ള ഉറപ്പാ. പക്ഷെ അതിനുമ്പ് ഞങ്ങൾ ഒളിച്ചോടിയിരിക്കും. പുള്ളി ഇപ്പൊ കൃഷിയും കാര്യങ്ങളും. എന്തൊരു കൃഷിയാണെന്നറിയാവോ? കന്നാലി കൃഷി. ഇത് മനഃപൂർവ്വം എനിക്ക് പണി തരാൻ വേണ്ടി മാത്രം ചെയ്തതാ. ഈ സമയത്ത് പുള്ളി വല്ല പഞ്ചർ കടയോ ജൂവലറി ഇട്ടിരുന്നെങ്കിൽ ഞാനിന്നൊരു ജൂവലറി മുതലായിട്ട് ഷൈൻ ചെയ്തില്ലായിരുന്നു. ചെയ്യത്തില്ല. എനിക്ക് പണി തരണമല്ലോ. നമ്മുടെ കയ്യിലാണ് ഐഡിയ ഇല്ലാത്തേ. എന്താണ് ഇവിടെ പരിപാടി? മീൻ പിടിക്കണം. അതിനിവിടെ മീനെവിടെ? അതിവിടെ മീൻ പരലുണ്ട്. ആ പരല്, ആ പരല്. അങ്ങനെയാണോ? ആ പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. ആ പരലി പരലി പരല് ഈ പരിയിൽ അങ്ങനെയാണ് പരലി പാട്ട് പാടേണ്ടത്. അല്ല അത് മണിച്ചേട്ടന്റെ പരല്. ഇത് ഈ തോട്ടിലെ പരല്. അണ്ണൻ നോക്കിയോ, മീൻ വരുന്ന നോക്കിക്കോണേ. ഞാൻ മീൻ പിടിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് പോകത്തുള്ളൂ. എത്ര കഴിഞ്ഞാലും. റേഷനൊക്കെ കിട്ടണ്ടോ? അണ്ണ കിട്ടുന്ന മഞ്ഞക്കാട്ടാ, സൗജന്യം. അത് ശരിയാടാ. അതാകുമ്പോ അവര് വീട്ടുകാരുണ്ടാക്കി വെക്കണ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ വെറുതെ അങ്ങോട്ട് ഇരുന്നാ മതിയല്ല. നല്ല പഠിക്കും പേടായിരിക്കും അവിടുന്ന്. അല്ല പിന്നെ അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിക്കണോ? എന്താ വേണമെങ്കിൽ ഞാൻ കവലയിൽ തോരണം വൈകിട്ട്. ഇതെന്താണ്? എടാ ഈ പശുവും എരുമയൊക്കെ ആയിട്ടല്ലോ. അപ്പൊ അതുങ്ങളുമായിട്ടുള്ള ഒരു ടൈപ്പ്. ഞാൻ ജംഗ്ഷനിൽ ഒരു പോത്തിനെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നടന്നു വരിക. എന്റെ പൊന്ന് സുഹൃത്തെ, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പൊ പിള്ളേരുണ്ടല്ലോടാ, ഈ ജംബിലീസ് പിള്ളേരില്ലടാ, ജെൻസി പിള്ളേര്. അത് തന്നെ, ആ പിള്ളേര് ഇങ്ങനെ പൊങ്ങിയിരിക്കണ ബൈക്കിലടാ. അണ്ണ ഡൂക്ക്. അതെന്തായാലും കൊള്ളാം. ഇതുമേ വന്നിട്ട് ഇവന്മാര് ജംഗ്ഷനിൽ കിടന്ന് കറങ്ങി റേസിംഗും ഭയങ്കര സംഭവം. ട്രെൻഡ് അത്. എവിടെ എന്റെ അടുത്താ ബോംബെ കിടന്ന് അടികളി പഠിച്ച ഞാനാണ്. അങ്ങോട്ട് ചെന്നില്ല. അങ്ങോട്ട് ചെന്നിട്ട് ആരാന്ന് ചോദിക്കും, ഒറ്റ അടി. അണ്ണ ഒരു പരിചയം ഇല്ലാത്തവരടുത്ത് ആരാന്ന് വെച്ചിട്ട് അടിക്കാന്ന് ശരിയല്ല. അത് എനിക്ക് തോന്നിയാണ് ആ പുറകിരുന്ന ഒരുത്തനാണ് എന്റെ പെടലി നോക്കി ഒറ്റ എണ്ണം തന്നു. ഞാൻ ഉലകം ചുറ്റി അവിടെ കിടന്നുണ്ട്. അതെ അണ്ണന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ അനുഭവിച്ചു പോലെ. സ്വഭാവം കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു. ഞാൻ നീ അറിഞ്ഞ? ഇല്ല അല്ലണ്ണ. തൈക്കാടിശ്ശേരി ഉത്സവം. എന്തൊരു ഉത്സവം അവിടെ. അത് ഭയങ്കര ഉത്സവം. പിന്നെ അവിടെ നിന്ന് ഗാനമേള വെക്കും. ഈച്ച ഗാനമേള. ഞങ്ങൾ അവിടെയുള്ള നാട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഡീസന്റ് ടീമാ. ഈ പുറത്തുനിന്ന് ജെൻസി പിള്ളേർ അവന്മാര് വരും. ഈ ഗാനമേള തുടങ്ങണ സമയത്താണ് ദീപാരാധന. ആ സമയത്ത് ഗാനമേള തുടങ്ങി. ദീപാരാധന നടന്നിട്ടില്ല അവിടെ. അത് ശരി. ഉത്സവത്തിന്റെ പേരിൽ ഞങ്ങൾ രണ്ടെണ്ണമൊക്കെ വെറുതെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്റെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഗാനമേള തുടങ്ങി. അവിടെ തുള്ളും ബഹളമായി. ഇപ്പൊ ഉള്ള പിള്ളേരെ കൂടെ പാട്ടങ്ങോട്ട് പാടട്ടെ. പറ്റാൻ ആരാടാ നിക്കണത്? അണ്ണനല്ല ഇവിടെ നിൽക്കുന്നത്. നേരങ്ങാട്ട് കയറിയങ്ങാണ്ട് ചെന്ന് നേരങ്ങാട്ട് ചെന്നിട്ട് വിരലങ്ങാട്ട് കുത്തി. ഞാൻ കുത്തി ഒരൊറ്റ വീശും. അപ്പഴേ
മണിയടിച്ച് എവിടെ? അമ്പലത്തിൽ ദീപാരാധന. ദീപാരാധന. ഞാൻ അങ്ങനെ നിന്നവിടെ ദീപാരാധന തീരണവരെ. എന്നിട്ട് ആ ദീപാരാധന തീർന്നു കഴിഞ്ഞ് ഞാൻ ഈ പെരുവല്ലെടുത്ത് അങ്ങോട്ട് ഒരു കുത്തങ്ങോട്ട് കുത്തിയാൻ. എന്നിട്ട് കുത്തി കറങ്ങി ഞാൻ ഇങ്ങോട്ട് വരികേ 150 വീട് കാണും. 150 പേരും വീണ് നിന്ന് കറങ്ങി അടിച്ച് ഞാൻ കല്ലേ വന്ന് വീണ്. പിന്നെ ഞാൻ കാണുന്നത് നാടകക്കാർ ലൈറ്റിന്റെ അടിയിൽ കിടക്കണത്. അത് നാടകക്കാർ ലൈറ്റ് അല്ല, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ഇടുന്ന ലൈറ്റ്. പിന്നെ അവര് മെറ്റിലൊക്കെ പെറുക്കി അങ്ങനെ എന്തൊക്കെയുള്ള കാര്യങ്ങൾ. എടാ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ മകളെ ഇന്ന് പെണ്ണ് കാണാൻ. അയ്യോ, ആ കൊച്ചിന്റെ കല്യാണ പ്രായമായ? ആ കൊച്ചിന്റെ കല്യാണ പ്രായം എന്റെ അച്ഛനാണ് ഈ നിൽക്കുന്നത്. അല്ലണ്ട, ഇപ്പോഴൊക്കെ കിട്ടിക്കണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരെ. എടാ ഞാൻ ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്വത്ത് ആർക്കാണ് ഉള്ളത്? എനിക്ക്. അല്ല, ഒറ്റ പോത്തെ തുടങ്ങി 9 ഞാൻ പറയുന്നതേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ബന്ധം വരുന്നെങ്കിലോ. ക്ഷമിക്കുന്നതാണ് നല്ല ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് വരരുത്, വന്ന് കണ്ടു പോട്ടെ. അവർ വന്ന് കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനിക്കാൻ. എനിക്ക് എടാ വല്ല പണിക്ക് പോകാൻ നോക്കി, ഇവിടെ ഒന്നും കുത്തിപ്പിടിച്ചിരിക്കണല്ലേ, വെറുതെ പണി ഉണ്ടാക്കാനായിട്ട് വെക്കാനായിട്ട് കേട്ടാ. ഞാൻ ഇനി പോയിട്ട് വരുമ്പോ ഇതൊക്കെ കൊണ്ടേ ഇതൊക്കെ ചെത്തിയിട്ടേക്ക്. നീ വെറുതെ എനിക്ക് ചൂണ്ടേണ്ട കാര്യമില്ല. അത് ചൂണ്ടേടല്ല, ഇതെടുത്ത് പറഞ്ഞേട്ടല്ല. ഇനി എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരുത്തിക്കരുത്, ആവശ്യമില്ലതോ. അറിയാല, ഞാൻ പോയിട്ട് വരുമ്പോ ഇവിടെ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. ഓക്കെ? എങ്ങനെ നടന്നൊരു മനുഷ്യനാന്ന് നോക്ക്. കന്നാലിയുടെ ജീവിച്ചു വെച്ചപ്പോ കന്നാലിയുടെ സ്വഭാവമായി പോണ പോക്കണ്ട. ഹലോ, എടാ ഞാൻ വരാടാ. ഞാൻ ഇറങ്ങിയപ്പോഴേ ബസ് താമസിച്ച. അതാ ഇല്ല ഞാൻ വരാം. അയ്യോ പോലെ. എടാ നിങ്ങൾ രണ്ടുപേരും നിൽക്കണം, നമുക്ക് ഡേ നൈറ്റ് പണി തീർക്കാം. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാ. ആ വീട്ടിൽ ഒരു ലോണിൻ്റെ ഒരു വിഷയമുണ്ട്. ഡേ നൈറ്റ് പണി തീർത്താലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാൻ വരാം. എവിടെ പോണ്? പണിക്ക് പോകും. എന്ന് തുടങ്ങി ദുർസ്വഭാവമൊക്കെ? അയ്യോ പറയുന്നേട്ടാ, അതൊന്നും ഇയാള് പണിക്ക് പോകും. അല്ലൊരു ആത്മാർത്ഥമായിട്ട് ഇന്നലെ വരില്ലാത്തൊരു പണിക്ക് പോക്ക്. എടാ അത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന്. എന്ത് പ്രശ്നം? എടാ ഞാൻ വീട്ടിൽ ആധാരമില്ലേ, അച്ഛനും അമ്മയും എടുത്തു പണയം വെച്ച്. അതിപ്പോ പലിശയുടെ പരിചയം കൂടി അവരിപ്പോ ജപ്തി എന്ന് പറഞ്ഞ് നടക്കുക. ഒരു അല്പം പൈസ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ഉണ്ടാക്കി? ഒരു 10-30,000 രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഡേനായിട്ട് പണി എടുത്തു കഴിഞ്ഞാൽ ആധാരം എടുക്കാനുള്ള പൈസ കിട്ടും. 30,000 രൂപയ്ക്ക് പ്രമാണം എടുക്കാൻ പറ്റും? പ്രമാണം എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ പ്രമാണത്തിന്റെ ഫസ്റ്റ് പേജെങ്കിലും എടുത്ത് വീട്ടിൽ കൊടുക്കാമല്ലോ. പറ്റിച്ചത് പോരാ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, സംഭവം വല്ല അറിഞ്ഞായിരുന്നു? എന്താ? ആ ഇന്ദുലേഖ എന്ന് പറയുന്ന പെണ്ണില്ലേ, തയ്യക്കാരി. തയ്യക്കാരിയുടെ വീട്ടിൽ എന്ത് പ്രശ്നമായിരുന്നു? എന്ത് പ്രശ്നം? നിനക്കറിയാലോ, പെണ്ണുങ്ങളടുത്ത് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അറിയാലോ എന്റെ സ്വഭാവം. അതെനിക്ക് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പെങ്ങന്മാരില്ലാത്തോണ്ട്. കാര്യം എന്താന്ന് പറ. എടാ പവിത്രം കാണിച്ച് എന്ത് ചെറ്റത്തിലോടാ കാണിച്ചത്? എന്ത് കാണിച്ചു? പവിത്രം വന്നു വെച്ചാൽ പവിത്രന്റെ 10,000 കടം മേടിച്ച പെണ്ണ്. ആ പെണ്ണ് മേടിച്ച് തിരിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ വന്ന് കുട്ടികളായിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അണ്ണൻ നിങ്ങൾ എവിടുത്തേരാണ്? അണ്ണ പൈസ കടം വാങ്ങിച്ചാൽ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുക, അതാ മാന്യത എന്ന് പറയുന്നത്. എടാ അത് നീ ഒരു കാര്യം മനസ്സിലാവും, ഒരു പെണ്ണ് ഒറ്റക്ക് താമസിക്കുന്ന വീട്, ആ വീട്ടിൽ വന്ന് ഈ പവിത്രം കൊണ്ടായിട്ട് വന്നിട്ട് അവരുടെ ചട്ടി എടുത്ത് പറിച്ച് തയ്യൽ മിഷീൻ എടുത്ത് പുറത്തിടുക. ഇരട്ടയ്ക്കോ താമസിക്കുന്നില്ല, കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കാനാവതില്ലെങ്കിൽ വാങ്ങിക്കരുത്, അതാ. അത് കൊടുക്കുമല്ല പെണ്ണ്, അത് ആങ്ങളെ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അയ്യോ ഇന്നലെ വരില്ല താങ്കളെ. ഇന്ന് എവിടുന്ന പൊട്ടി പുറപ്പെട്ടത്? അണ്ണാ അവള് ലോക ഉടായിപ്പാണ്. അവക്കുള്ള അച്ഛന്റെ പൂത്ത അച്ഛന്റെ കാര്യം പറയണ്ട. അച്ഛൻ ഗ്ലൗസ് ഇട്ട് ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ നടക്കുക. ഒറ്റ കൈ ഗ്ലൗസ് ഇട്ട് ക്രിക്കറ്റ് കളിക്കാൻ അത് വിട്, ആയിക്കോട്ടെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ആങ്ങളെ തിരിച്ചറിഞ്ഞില്ല. ഒരു ടെസ്റ്റ് നടത്താതെ ആങ്ങളെ തിരിച്ചറിഞ്ഞില്ല. ഞങ്ങൾക്ക് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് പെണ്ണെ സഹായിച്ചു. വേറെ കാര്യമുണ്ട്, പവിത്രം കാണിച്ച ഞാനായിരുന്നെങ്കിൽ അവന്റെ മൂക്കാൻ മട്ട അടിച്ചു കയറി. നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ആരും പറയാൻ ഭയങ്കര വർഷം ചേരലെന്താ? പവിത്രം നിന്റെ ആരാണ്? കുഞ്ഞമ്മയുടെ മോനാ? അല്ല രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് പിടിക്കണത്. വഴക്കേ കൂടുതൽ തല്ലുണ്ടാക്കിയതാണ്. എന്താ കാര്യം? എന്താ അണ്ണ സംഭവം വേറൊന്നുമല്ല. എന്താ സംഭവം? ഇന്ദുലേഖ എന്ന് പറഞ്ഞ തയ്യക്കാരി പെണ്ണിന്റെ അടുത്ത് പവിത്രം വന്ന് വെച്ച് ചട്ടികളെടുത്ത് പുറത്തിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇതാണ് പ്രശ്നം. കടം വാങ്ങിച്ചു തിരിച്ചു കൊടുക്കണ്ടേ? ദേവോത്തരനാളാ അണ്ണാ ഇന്ദുജൂന്റെ പെങ്ങളില്ലേ ഇന്ദുലേഖ, മണപ്പള്ളി പൗത്രന്റെ കുറച്ച് കാശ് മേടിച്ച് എന്നിട്ട് ആ സമയത്ത് തിരിച്ചു കൊടുത്തില്ല. നരസിംഹസിനിമയ്ക്ക് അത് കറക്റ്റ് ആ സാധനം കറക്റ്റ് ന്യായമാണോ അന്യായമാണോ? സിനിമാ കഥ പണിക്ക് പോകാണ്ട് സിനിമാ കഥ അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ അങ്ങോട്ട് ഇരുന്നുണ്ട്. എടാ നിന്നെയൊക്കെ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യണ്ട? എന്റെ പഴയ സ്വഭാവത്തിലേക്ക് വിടരുത് നീ. അതല്ല അത് വിടണ്ട. ഏത്? വേറെ ഒരു പാവപ്പെട്ട ഒരു ഓട്ടോക്കാരന്റെ അത് അറിഞ്ഞായിരുന്നു. ഏത്? നമ്മുടെ ഷിബുന്റെ? എന്താ ഓട്ടോക്കാരൻ പറഞ്ഞ ഓട്ടോക്കാരന്റെ പെങ്ങള്. ഈ പെങ്ങൾക്കൊരു അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി കോളേജിൽ ചെന്നു. കോളേജ് ചെന്നപ്പോ പ്രിൻസിപ്പാൾ പറയും എനിക്കൊരു പേരുണ്ടെന്ന്. അപ്പൊ ഈ പെങ്ങള് കേൾക്കണ്ടെന്ന് പറഞ്ഞ് പെങ്ങളെ പുറത്തിറക്കി നിർത്തിയിട്ട് ഡോർ അടച്ചിട്ട് പിന്നെ അങ്ങോട്ട് ചെന്ന് വെച്ച് ഈ പുള്ളി അങ്ങ് പറഞ്ഞു ഓട്ടോക്കാരൻ എനിക്കൊരു പേരിരിക്കെ മാണിക് ഭാഷ. എന്നിട്ട് ഇങ്ങൊരാക്ക് പിന്നെ ബാക്കി കാണിക്കുന്ന എല്ലാം നെഗറ്റീവാണ്. നെഗറ്റീവ് നീ പറയണ മൊത്തം പോസിറ്റീവ് ആണ്. എടാ രണ്ടിനെ ഞാൻ ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. ഇവിടെ കിടന്നുണ്ട് ഈ സിനിമാക്കാരെ പറയണ്ടാ നീ ഇവിടെ നിൽക്കണത്. ഇവിടെ ഒരു കാര്യം അനുവദിച്ചു തരികയല്ല ഞാൻ. എന്റെ സുഖം അറിയാല.
വെച്ച് കീച്ചിക്കളായി ഞാൻ എന്നുണ്ട് എന്റെ മകളെ ഇന്ന് പെണ്ണ് കാണാൻ തന്നെ എന്റെ മോളെ കാണാൻ ടീം വരുന്ന ദിവസമാണ് ഇവിടെ നിന്ന് ആകെ അലങ്കോലപ്പെടുത്തിയൊന്നും എഴുതല്ല അവരിങ്ങനെ ഓടിയാണ് വരണത് പറഞ്ഞ മനസ്സിലായല്ല അപ്പൊ എനിക്ക് വീട്ടിൽ പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട് അറിയാല്ല എല്ലാ സ്വത്തും എന്റെ മകൾക്കുള്ളതായിട്ടാണ് എനിക്കും കൂടെ കേട്ടാ അപ്പൊ ഞാനപ്പ ഇവന് എന്ത് പറ്റിയത് എനിക്കറിയാലണ്ണ ഒരു കാര്യം പറഞ്ഞേക്കണം ഉപദേശിച്ച് കൊടുക്കണോ ഉപദേശിച്ച് കൊടുക്കണോന്ന് പറഞ്ഞേക്കണം ഞാൻ ഊരി പോടാ അണ്ണാ ഞാൻ അയാളെ മോളുമായിട്ട് ഭയങ്കര പ്രേമമാണ്. വഴിയായിട്ട് വരുന്നവൻ അത് ആരാന്നറിയാവാ പേരെടുത്ത ഗുണ്ടയാണെന്നാലും ആയിക്കോട്ടെ അണ്ണാ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു വേണം ഞങ്ങൾക്ക് പിരിയാൻ പറ്റത്തില്ല അണ്ണാ നിങ്ങളല്ലേ ഉള്ളതാണ് എന്റെ ഏക കൂട്ടുകാരൻ എങ്ങനെയാണ് ഞങ്ങളെ ഒന്ന് കാണാനുള്ളൊരു അവസരം എടുക്കുന്നത് ഞങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ പറ്റത്തില്ല ഫോൺ ചെയ്താൽ എടുക്കുന്നത് ചിലപ്പോൾ ഇങ്ങേരായിരിക്കും ചെന്ന് കയറി ഇങ്ങേരെ കൈ കൊണ്ട് തീരുകയും ചെയ്യും അതുകൊണ്ട് ഒന്ന് കാണാനുള്ള മാർഗം ഞാനൊരു കാര്യം പറയാം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്റെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ആധാരം എടുത്ത് കൊടുത്താൽ വീട്ടിൽ കയറ്റത്തില്ല അത് കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ 30,000 രൂപ ആയില്ലേ 30,000 രൂപ സംഭവം ഉണ്ട് കയ്യിൽ അത് വൈകിട്ട് നേരത്തിന് അകത്ത് വെച്ച് കൊടുത്താൽ പോരെ ഇത് അവര് വന്ന് കല്യാണം ഉറപ്പിച്ചിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പെണ്ണിനെ ഒന്ന് കാണണോണ്ണോ എനിക്ക് ഇഷ്ടമായില്ല ഞങ്ങൾ അത്ര ഇതാണ് എങ്ങനെയെങ്കിലും ആണോ ഞങ്ങൾ കാണാനുള്ള മാർഗം വെച്ചോ എന്റെ ഒരു കഷ്ടമാണെന്ന് പറയുന്നത് അണ്ണന് തലനിറച്ച ബുദ്ധിയിലാണ് ഒരു ഐഡിയ പറഞ്ഞ അതായത് നിനക്കായിട്ട് വീട്ടിൽ കയറണം വീട്ടിൽ ആ പെണ്ണെ ഒന്ന് കാണണം പെണ്ണെ കാണണം അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം ഞാനൊരു പ്ലാൻ പറയാം ഓക്കെ ആണല്ലോ ഞാൻ ഓക്കെ ഉറപ്പാണല്ലോ ഉറപ്പ് ആണെങ്കിലേ എന്താണ് ഇത് മറ്റേ എന്തോ ഇതാണ് 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 നമ്മളെ ഈ പറയുന്ന ചെങ്കീരി വാസോണന്റെ വീട് ഈ വീട്ടിലോട്ട് നമ്മൾ രണ്ടും കൂടെ കയറി ചെല്ലുന്നു എന്നിട്ട് ഈ കാണുന്ന സ്ഥലം കണ്ട ഇതാണ് ചെങ്കീരി വാസോണന്റെ വീടിന്റെ ബെഡ്റൂം അതെങ്ങനെ അറിയാം അല്ല ഇതാണ് ബെഡ്റൂം എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിനക്ക് ആ പെണ്ണിനെ കെട്ടണോ എനിക്ക് കെട്ടണോ എനിക്ക് മിണ്ടായി അത് തന്നെ ബെഡ്റൂം അതായത് ഈ പെണ്ണ് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഈ ജനലിന്റെ ഒരു പാളി തുറന്നിടും അല്ല ഇത് നിങ്ങൾ എങ്ങനെ അറിയുന്നത് ഇതൊക്കെ ഒരു കല്ല് കിട്ടുവാടാ കല്ല് ഞാൻ ഇതിൽ ഇളക്കി തരാം എന്തിനാണ് തലതല്ലി ചാകാൻ വേണ്ടിയാടാ നിന്നെ മണ്ട കീറാനായിട്ടാ പറയുന്നത് കേക്കടാ എന്നെ വഴിക്ക് ആക്കിട്ട് നിങ്ങൾ ചാവ് അതായത് രാത്രി 12 മണിക്ക് പോയാൽ രാത്രി ഒന്നും നടക്കത്തില്ല ഇന്ന് ഉച്ചയ്ക്ക് അവർ കല്യാണം ഉറപ്പിക്കാം അതിനു മുമ്പ് വേണ്ട നമുക്ക് പകല് പോവാം അത് പറ പകല് ചെല്ലുമ്പോഴത്തേന് നമ്മൾ രണ്ടും കൂടെ നമ്മൾ ചെന്നിച്ച് ഒരു കള്ളത്തരം പറയുന്നു അണ്ണാ പോത്തുണ്ടോ അണ്ണാ ഇവിടെ നിന്ന് ചോദിക്കുന്നു അവിടെ പോത്തുണ്ടല്ലോ അത് തന്നെ അത് നമ്മൾ വിലക്ക് മേടിക്കാൻ ചെല്ലുന്നെന്ന് പറയുന്നു അണ്ണാ പോത്തിനെ മേടിക്കാനാണ് ആ പെണ്ണിനെ വിളിച്ചിറക്കാൻ ഐഡിയ പറഞ്ഞ അണ്ണാ എടാ പോത്താ ഞാൻ പറയുന്നത് കേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് കാര്യം പറയുന്നു അണ്ണാ എത്ര രൂപയ്ക്ക് പോത്തിന് തരും അപ്പൊ പുള്ളി പറയും 1 ലക്ഷം പറയും നമ്മൾ താത്തി പുള്ളി 75,000 നിൽക്കും ഞാൻ ഒറ്റടിക്ക് പറയും എന്റെ 30,000 രൂപ തരുന്നാന്ന് ചോദിക്കും ഈ 30,000 കാണിച്ച് പുള്ളി തരത്തില്ല അപ്പോഴത്തേന് ഞങ്ങൾ തമ്മിൽ ഒരു ക്ലാഷ് ആവും ആ സമയത്ത് നീ ഞാൻ എങ്ങനെ പോകുന്നു പറ പുറയിലോട്ട് ചെന്ന് കയറണം പോത്തിന്റെ അല്ല പോത്തിന്റെ കാര്യം പറയുന്നത് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു എടാ ഇത് കണ്ട ഇത് നമ്മൾ ഇവിടെ നിൽക്കുന്നു ഇവിടെ നിന്ന് ഈ പുറകിലൂടെ ചെന്നിട്ട് അടുക്കള വായിച്ചെന്ന് ചോദിക്കണം കഞ്ഞിയാണോ കഞ്ഞി കഞ്ഞി കച്ചവടം ഉറപ്പിക്കുന്ന സമയത്ത് നീ പുറകിൽ കൂടെ ചെന്ന് ഒറ്റക്ക് ചെല്ലണം അല്ല പഞ്ചായത്ത് മെമ്പറെ കൂടെ വിളിച്ചോണ്ട് പോകും അയാളെ വിളിച്ചാൽ വരത്തൊന്നുമില്ല അയാൾക്ക് 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉള്ളതാ ഈ പെണ്ണ് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന നിനക്ക് പോലെ വിരോധം ഉണ്ടാ എനിക്കത് കാണണോണ്ടോ എങ്കിൽ നീ മറന്നുകളാ അവള് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് കാണണമെന്ന് എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം അതായത് ഇങ്ങനെ നീ ഒറ്റക്ക് പോകുമല്ലോ ഒറ്റയ്ക്ക് പോണോ ഒറ്റയ്ക്ക് പോയി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നീ ചെന്ന് വിളിച്ചിറക്കണം പോത്തിനെ വേണ്ട പശുവിനെ ആടിനെ മാടിനെ അതിന്റെ കാട്ടവും കൂടെ എടുത്തോണ്ട് പോകുന്നു ഇതെല്ലാം കൂടെ വന്ന ക്ലാഷ് ആവുന്നത് ഏതാണെന്ന് വ്യക്തമായിട്ട് പറ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പറയുന്നതല്ല കേക്ക് തിന്നുന്നതാണ് കേക്ക് ഇത് തന്നെ അന്ന ഇതൊന്ന് റെഡിയാക്കിയാ ഞാൻ തന്നെ തല്ലിക്കൊന്നോളാം ഒരു കാര്യമുണ്ട് ഇനി കൂടുതൽ സംസാരിക്കാൻ സമയമില്ല നമുക്ക് ചെങ്കീരി വാസോന്റെ വീട്ടിലേക്ക് പോവാം അണ്ണ കൂടെ ഉണ്ടല്ലോ ഉറപ്പാണ് ഓക്കെ ആണല്ലോ എന്താ വാണ അണ്ണ ഉണ്ടെ പിന്നെ എനിക്കൊരു ഫുല്ല് പേടിക്കാനില്ല പേടിക്കണ്ട ചെങ്കീരി വാസൻ ഇന്ന് കുഴപ്പമില്ല നിനക്ക് ഉറപ്പായിട്ട് തന്നിരിക്കും എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ കണ്ണൻ കാണിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ പാട്ടിന് പോവാ എനിക്ക് അവളെ വേണം എനിക്ക് പറയുന്ന കണക്ക് കേൾക്കണം അണ്ണോ ചെങ്കീരി വാസണ്ണോ അണ്ണനെ വിളിച്ചപ്പോ പോത്ത് വിളി കേട്ടറാ ഇതിപ്പോ മൊത്തം അയാൾ കന്നാലിയുടെ എക്സ്പ്രഷനാ ഹലോ എന്താ അല്ല പെണ്ണാണാ വന്നാ അല്ലണ്ണ അണ്ണന്റെ മോളെ പെണ്ണ് കാണാൻ വന്നിട്ട് അവര് പോയോ എന്ന് ചോദിച്ചതാ അവര് വന്ന് പെണ്ണ് കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അവര് പോയി അവര് പോയി ശരി അപ്പൊ ഈ പെണ്ണും ചെറുക്കനും തമ്മി മിണ്ടിയാ എടാ അവരിവിടെ കുറച്ചു പേര് ഇങ്ങോട്ട് വന്ന് അവരിവിടെ വന്ന് പെണ്ണിനെ കണ്ട് ചെറുക്കന് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അവര് കണ്ടുകൊണ്ട് പോയി ഇനിയിപ്പോ അടുത്ത ദിവസം ഞങ്ങൾ ഒരു 3 പേര് അങ്ങോട്ട് പോകാനുള്ള 3 പേര് പോയാ മുടങ്ങി പോകും കല്യാണം അതുകൊണ്ട് 5 പേര് പോണം എടാ 5 പേരില്ല ഞങ്ങൾ 3 പേരേ ഉള്ളന്ന് അണ്ണാ ഞങ്ങൾ 2 പേരില്ലേ അണ്ണാ എടാ നിങ്ങൾ എന്തിനാണ് വന്നെ എന്റെ കൂടെ നമ്മൾ പരിചയക്കാരല്ലേ അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേന് ആൾബലം കാണിക്കാല്ല ഒരു മിനിറ്റ്
ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ വന്നെയാണോ വിളിച്ചിറക്കി തരാൻ വന്നെയാണോ? എടാ അങ്ങോട്ട് കേറാണ്ട് ഒരു വഴി വേണ്ട നീ ഞാൻ എന്താ- വേറെ അതുണ്ടാക്കും. എന്താടാ എന്നാ പിന്നെ ആ. ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെയാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നും തോന്നില്ല. നീ പറടാ. എന്നാ പറഞ്ഞെന്താന്നറിയോ, ഈ പെണ്ണും ചെറുക്കൻ തമ്മിൽ നേരിട്ട് സംസാരിച്ചില്ലെങ്കിൽ കല്യാണത്തിന്റെ തലേന്ന് ഈ പെണ്ണ് ഇറങ്ങി ഓടിക്കളയാണെങ്കിൽ നാണക്കേടാവും. അതുകൊണ്ട് കാര്യം പറയണം, അവൾക്ക് വല്ല ലൈനോ പ്രേമോ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ഒരൊറ്റ അടി വെച്ചെന്നല്ല എനിക്കിട്ടോ എന്റെ മകളാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു പോത്ത് ഒരു എരുമേനെ നോക്കണ പോലും എനിക്ക് ഇഷ്ടമല്ല. അറിയാവാ ആ ചാച്ചാണ് വന്നിട്ട് എന്റെ മകൾ ഇറങ്ങി പോകുന്ന പറഞ്ഞ കൊന്നുകളെ ഞാൻ. ഈ കാണുന്ന സ്വത്ത് മൊത്തം അവക്കുള്ളതാണ്. എനിക്കറിയാവാ. ഒറ്റപ്പോത്തെ തുടങ്ങിയ ഒറ്റപ്പോത്തെ പോലെ 9 എണ്ണടാ നടന്നു നിൽക്കുന്നത്. അത് പിടിച്ചതാ, ശങ്കരാടി പിടിച്ചതാ. ചീച്ചി പോയി. അണ്ണാ പിന്നെ വേറെ കാര്യം വേണ്ടേ? എന്താ? ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ തരക്കാര് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് തുറന്നു പറയും. നമുക്ക് ഇവനെ കൊണ്ട് അവളെ സംസാരിപ്പിച്ചാലാ? എന്തിനാണ് ഇവർ സംസാരിക്കുന്നത്? ഇവര് തമ്മിൽ കളിച്ചു വളർന്നവരല്ലാണ്, അറിയാലോ. അപ്പൊ അവര് ആകുമ്പോഴത്തേന് നമ്മള് പ്രായമുള്ളവർക്ക് പറയത്തില്ലല്ലോ. നീ ഇങ്ങനെ വന്നേടാ. എടാ നീ ഒരു നല്ല പ്രായത്തിൽ പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ അതുപോലത്തെ ഒരു പയ്യൻ നിനക്കുണ്ടായേനെ. ഇപ്പൊ എന്താ എന്റെ നല്ല പ്രായമല്ലേ? അടുത്ത മാസം നീ ഗവൺമെന്റ് ശമ്പളം മേടിക്കേണ്ടവനവൻ. ശമ്പളമാ? മനസ്സിലായില്ലേ? പെൻഷനെയോ വാർദ്ധക്യ പെൻഷൻ. അവൻ ഇപ്പോഴും അവനെ കൂട്ടുപിടിച്ച് നടക്കുകയാണ്. എന്നാ അവനൊന്ന് പറയട്ടെ, സംസാരിക്കട്ടെ. സംസാരിച്ച ശരിയാവുക? അറിയാലോ നമുക്ക് പെണ്ണിന് വല്ല ലൈനാ വല്ലതും ഉണ്ടാന്ന്. ശരി 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 ശരി. എന്താണ് എനിക്കറിയാലോ. സംസാരിക്കുമല്ലേ? സംസാരിക്കാം. ചിലപ്പോ പിള്ളേരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂല്ലേ? എന്നാ ഇപ്പൊ എന്താ പോത്ത് എത്ര എണ്ണം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല 9 എണ്ണം. 9 എണ്ണം ഉണ്ട്. കടാകടിയന്മാരെ പോലെ. പശുവിനെന്ത് കൊടുക്കണ? പശുവിന് കാടി കൊടുക്കും. അത് ഓണത്തിനല്ലേ? അത് കോടി. അല്ലണ്ണാ ഞാൻ ചോദിച്ചതേ, എന്നാ ആ പോത്തിന് എന്ത് വിലയാണ്? ഏത് ആ പോത്ത്? അതാണോ? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയാ? 75,000 രൂപ കൊടുക്കും ഞാൻ. ആണോ? ഞാനൊരു പോത്തിന് മേടിക്കാന്ന് പറഞ്ഞ് വന്നതായിരുന്നു. പോത്തിനെ വേണമെങ്കിൽ നീ പൈസ ഉണ്ട് നിന്റെ കയ്യിൽ? പൈസ ഉണ്ട്. പൈസ ഉണ്ടാ? അത്യാവശ്യം ഒരു 30,000 രൂപ എന്റെ കയ്യിലുണ്ട്. 30,000 രൂപക്ക് നീ പോയി ടൗണിൽ പോയി പോത്ത് ഇറച്ചി മേടിച്ച് വെച്ച് കഴിക്കും. 75,000 രൂപ എണ്ണി തരികയാണെങ്കിൽ പോത്തിനെ ഞാൻ അങ്ങോട്ട് എടുത്ത് തരും നിനക്ക്. അതല്ല ഞാൻ പറയാം, പോത്തിന് എനിക്ക് വേണം. അപ്പൊ ഒരു 30,000 രൂപ. നമ്മൾ പരിചയമുള്ളതാണ്, ഞാൻ വളർത്താനല്ലോ, കൊല്ലാനല്ലോ. 30,000 രൂപ കൊണ്ട് നീ പോ. അത് ശരിயான കാര്യമല്ല. പോ പോ പോ. 1000 രൂപ. അപ്പൊ ഓക്കെ, അപ്പൊ ഓക്കെ. ഇതിനോട് പോയി അണ്ണാ സംഗതി എല്ലാം ഓക്കെ അണ്ണാ. അണ്ണാ അവള് 1 മണിക്കൂറിനകത്ത് വെച്ച് വീടിന്റെ പുറകെ കൂടെ ഇറങ്ങി അനിയണ്ണന്റെ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ ഇതിലെ പോകുന്നു, റഷീദിന്റെ ആട്ടോയും വിളിക്കുന്നു. അവളെ കെട്ടി ഞങ്ങൾ എങ്ങോട്ടെങ്കിലും അങ്ങ് പോകണ. ഇവിടുത്തെ കാര്യം എന്താ? സംഭവം എല്ലാം കുളമല്ലോ. ഇവിടുത്തെ കാര്യം സംഭവം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം രൂപ പറഞ്ഞ് പുള്ളി 70 പിടിച്ചു. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു 30,000 രൂപ ഉള്ളെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ചീത്തയും വിളിച്ചിട്ട് പോയി. നമ്മൾ വന്നായിരുന്നു. പെട്ടെന്ന് പോവാം, നമുക്ക് പോയിട്ട് അണ്ണാ ആട്ടോ വിളിക്കണം. ആട്ടോ വിളിച്ചു തരുന്ന ആട്ടോ വിളിച്ച പോയവൻ ഓ എവിടെ പോയി? നീ വല്ലതും ചെയ്താ? ഇല്ലെന്ന് കാര്യമായിട്ടില്ല. പുള്ളി വിളിക്കുന്നു. എനിക്കറിയത്തില്ല. അണ്ണ മുമ്പേ നീയല്ല അവനെ. അവനെ 1 മണിക്കൂർ പോണം. പെട്ടെന്നാവട്ടെ. ഇവിടെ വാടാ. നീ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് തരാം. നീ വളർത്താനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് പൈസ വേണം. അണ്ണാ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ അണ്ണൻ ചോദിച്ച 70,000 ഒന്നുമില്ല. എന്റെ ആകപ്പെടുത്ത് ഈ 30,000 രൂപ ഉള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഏത്? ഈ 30,000 രൂപ ഉള്ള എന്റെ 30 എന്നിട്ടേ ഇതങ്ങ് പിടിച്ചേ. എന്ത്? നീ കൊണ്ട് വളർത്തടാ. അങ്ങനെ രക്ഷപ്പെടു. നീ ഒരു റോപ്പിന് 30,000 രൂപയാ? ഒരു റോപ്പല്ല, ഈ റോപ്പിന്റെ അറ്റത്ത് ഒരു പോത്തുണ്ടാ. പോത്തുണ്ട്. അപ്പൊ നീ പോയി രക്ഷപ്പെട്. ഗജാ കടിയന്മാരെ പോലെ 9 എണ്ണത്തിനെ വളർത്തണം നീ, കേട്ടാ. എനിക്ക് എന്റെ മകളുടെ കാര്യമായി പോയി, അതുകൊണ്ടാണ്. അപ്പൊ പോത്തിനെ കൊണ്ട് പോക്കോ. ഇത് നഷ്ടമാണേ, കേട്ടാ. പറഞ്ഞേട്ടല്ല. സംസാരിച്ചിരിക്കാൻ സമയത്ത് 1 മണിക്കൂറിനകത്ത് വെച്ച് എനിക്ക് വണ്ടി സെറ്റ് ചെയ്ത് എനിക്ക് അവളെ വിളിച്ചോണ്ട് പോകാനുള്ളതാണ്. നിങ്ങൾ വാങ്ങോട്ടെ. എന്റെ വീട്ടിന്റെ ആധാരം എടുക്കട്ടെ. 30,000 രൂപ കൊടുത്തിട്ട് പെണ്ണവിടെ നിൽക്കുന്നു. അത് ശരി. അപ്പൊ നീ ഒരു പെണ്ണിനെ കണ്ട പെണ്ണിട്ടിട്ട് പോവാണോ? അണ്ണ ഒരു കാര്യം ചെയ്യും. ഇത്രയും കാലം എന്റെ നാട്ടുകാരെ വായി നോക്കി നടന്നില്ല അണ്ണൻ. ഇനിയുള്ള കാലം ഈ പോത്തിനെ നോക്കി അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക്. എനിക്ക് യാത്ര പറയാനോ നിൽക്കാനോ സമയമില്ല. അണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പൊ ഞങ്ങള് പിന്നെ എപ്പോഴും കാണാം. അണ്ണാ പോണം. എടാ പോലെ